ആദ്യം തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നിയമം പറയാം. 1867 ഇന്ത്യൻ സരായി ആക്ട്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും സൗജന്യമായി കുടിവെള്ളം ചോദിക്കാം, അവരുടെ വാഷ്റൂമും ഉപയോഗിക്കാം. അവർക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല. ഈ നിയമം നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കും ബാധകമാണ്. ഇനി അവർ വെള്ളം തന്നില്ലെങ്കിലോ? വെറും 20 രൂപയാണ് അവർക്കുള്ള പരമാവധി പിഴ. ഇനി പട്ടം പറത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് 1934 ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് പ്രകാരം ആകാശത്ത് പറക്കുന്ന ബലൂണ്, പട്ടം എന്നിവയൊക്കെ എയർക്രാഫ്റ്റാണ്. അതായത് സർക്കാരിന്റെ അനുമതിയില്ലാതെ പട്ടം പറത്തിയാൽ 2 വർഷം വരെ ജയിൽ ശിക്ഷയോ 10 ലക്ഷം രൂപ പിഴയോ കിട്ടാം. ഈ നിയമം വെച്ച് നോക്കിയാൽ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളിൽ പാതി പേരും ജയിലിൽ പോവേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം പറമ്പിൽ നിന്ന് എന്തെങ്കിലും നിധി കിട്ടിയാൽ എന്തു ചെയ്യും? 1878 നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടിയ സാധനത്തിന് 10 രൂപയിൽ കൂടുതൽ വിലയുണ്ടെങ്കിൽ നിങ്ങളത് കളക്ടറെ രേഖാമൂലം അറിയിക്കുകയും ട്രഷറിയിൽ ഏൽപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ ഉറപ്പാണ്. 148 വർഷമായി ഈ 10 രൂപയുടെ കണക്ക് ഇന്ത്യയിൽ മാറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. സാധനങ്ങൾ ഇറക്കുന്നത് നോക്കി നിന്നതിന് കാശ് വാങ്ങുന്ന നോക്കുകൂലി നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. 2022 ഹൈക്കോടതി ഇത് പിടിച്ചുപറിയാണെന്ന് പറഞ്ഞു വിലക്കുന്നത് വരെ ഇതൊരു അലിഖിത നിയമം പോലെയായിരുന്നു. അതുപോലെ 2016 ബർഗർ, പിസ്സ പോലെയുള്ള ഭക്ഷണങ്ങൾക്ക് 14.5% ഫാറ്റ് ടാക്സ് കേരളം കൊണ്ടുവന്നിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കാലം നിലനിന്ന ടാക്സ് ആയിരുന്നു അത്. വെറും 11 മാസം കഴിഞ്ഞ് GST വന്നപ്പോൾ അത് പോയി. കുറച്ചുനാൾ മുൻപ് വരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമായിരുന്നു. അതായത് മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരാളെ പിടിച്ച് ജയിലിലിടുന്ന നിയമം. 164 വർഷം പഴക്കമുള്ള ഈ നിയമം ഈയടുത്താണ് പൂർണ്ണമായും എടുത്തുകളഞ്ഞത്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഈ കുറ്റം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ പല നിയമങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. ജനവിശ്വാസ് ബിൽ പോലെയുള്ള പുതിയ മാറ്റങ്ങളിലൂടെ ഇതിൽ പലതും ഇപ്പോൾ സർക്കാർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് നിയമമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണാം. ബൈ.